ഇപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറി ആർക്കൈവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പം ആർക്കൈവ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോറി നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് ഡിലീറ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. പക്ഷേ ആ ഒരു സ്റ്റോറിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഫേസ്ബുക്കിൽ സേവ് ആയിട്ടുണ്ടാവും. അത് വേറെ ആർക്കും കാണാൻ പറ്റില്ല. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫേസ്ബുക്ക് സ്റ്റോറി എങ്ങനെ ആർക്കൈവ് ചെയ്ത് വെക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് യുവർ സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ മുകളിൽ 3 ഡോട്ട്സ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ആർക്കൈവ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പോപ്പപ്പ് മെസ്സേജ് വരുന്നതായിരിക്കും. ഇതിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആർക്കൈവ് ആവുന്നതായിരിക്കും. ഇനി ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് സ്റ്റോറി കാണാൻ പറ്റില്ല. ഇനി ആ ഒരു സ്റ്റോറി കാണണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് മുകളിൽ 3 ലൈൻസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് 3 ഡോട്ട്സ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ആക്ടിവിറ്റി ലോഗ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ആർക്കൈവ് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ സ്റ്റോറി ആർക്കൈവ് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ആർക്കൈവ് ചെയ്തു വെച്ചിട്ടുള്ള സ്റ്റോറിയൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഫേസ്ബുക്ക് സ്റ്റോറി ആർക്കൈവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനി കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.